കളിച്ചു. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജുവാൻ ആൻഡ് ലിയാം. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. ഇന്ന് നമുക്ക് ബാൻസ്റ്റേപ്പിളിലുള്ള ഹൈ സ്ട്രീറ്റ് ഒന്ന് കറങ്ങാൻ പോയാലോ? കമോൺ ഗൈസ്. ബാൻസ്റ്റേപ്പിളിൽ ആകെയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഗ്രീൻ ലൈൻസ് എന്ന് പറയും. അതിലത് കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ, നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. അതുപോലെ ഹൈ സ്ട്രീറ്റ് വളരെ ചെറുതാണ്. നമ്മൾ വേറെയുള്ള UK വേറെ സ്ഥലത്ത് കാണുന്ന പോലെയല്ല, ഇതൊരു സ്മോൾ വണ്ണാണ്. പക്ഷെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. അപ്പം നമുക്ക് അവിടേക്ക് ഒന്ന് കറങ്ങാം. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ കുട ചുമ്മാ നമ്മളൊരു പിടിച്ചേക്കുക, കാരണം നല്ല വിൻഡി ആയതുകൊണ്ട് കുട ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മലന്നു പോകുമായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള കുടയായിരുന്നു, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പുറത്തേക്ക് നമ്മൾ ഹൈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് മഴ വീണ്ടും നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഗ്രീൻ ലൈൻസിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ക്രിസ്മസൊക്കെ എത്തി ഇങ്ങോട്ട്, അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഇതൊരു ചാരിറ്റി ഷോപ്പാണ്. കുറേ സോഫ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പം നമുക്കൊന്ന് അവിടെ കയറി നോക്കാം. ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയുണ്ടോ നോക്കാം അവിടെ. ജുവാനും ലിയാമും നേരെ തന്നെ ഒരു ടോയ് സെക്ഷൻ ഉണ്ട് അവിടെ. കുട്ടികളുടെ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് സെയിലാണല്ലോ ഈ ചാരിറ്റി ഷോപ്പിൽ കിട്ടുന്നത്. എന്നിട്ട് നമുക്കൊന്ന് അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊന്നും നമുക്ക് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള ഉള്ളിലുള്ള ഷോപ്സൊക്കെ തന്നെ ഒന്ന് എല്ലാം നോക്കി നടന്ന് കണ്ടു. കുറേ ക്രിസ്മസിൻ്റെ ആയിട്ട് കുറേ ഡെക്കറേഷൻസൊക്കെ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. കാര്യം ക്രിസ്മസിന് നമ്മൾ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വളരെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ജസ്റ്റ് കണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇറങ്ങി സ്ട്രീറ്റിലേക്ക് നടന്നു. അപ്പോൾ ഏകദേശം ഒരു 1 o'clock ആയിരുന്നു. ജുവാനും ലിയാമിനൊക്കെ വിശക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങാം തൽക്കാലത്തേക്കെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ കണ്ട ഒരു പൗണ്ട് ലാൻഡ് സ്റ്റോറിൽ കയറി.
അവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അവിടെ കണ്ടിട്ട് നമുക്ക് എല്ലാം ഒന്നും ഇങ്ങനെ എടുത്ത് നോക്കാനായിട്ട് തോന്നുന്ന വിധത്തിലുള്ള സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. അവിടെ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങി. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കി, അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കി അവിടെ തന്നെ വെച്ചു. ഒന്നും വാങ്ങിയില്ല. ബിസ്ക്കറ്റ്സ് വാങ്ങിച്ചിറങ്ങി. അതുപോലെ ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് അത് കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്മസിൻ്റെയൊക്കെ ഡെക്കോസ് ഉണ്ടായിരുന്നു. അത് നല്ല നല്ല രസം കാണാം എല്ലാം. നമ്മൾ വിചാരിച്ച് നമുക്ക് ഇതൊക്കെ വാങ്ങണം, കാര്യം ഡിസംബർ ആകുമ്പോൾ എല്ലാം വാങ്ങി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതുവരെ കാണാത്ത ടൈപ്പൊക്കെ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നടന്നു പോയിക്കൊണ്ട് ഇപ്പോൾ ടോയ് ഷോപ്പ് കണ്ടത്. പിന്നെ അങ്ങോട്ട് കയറി. ടോയ് ഷോപ്പ് കണ്ടാൽ പിന്നെ ജുവാന ലിയാൻ വിടില്ലല്ലോ. ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാറ് കണ്ടത്. പിന്നെ അതവിടെ നിന്ന് വാങ്ങി നമ്മൾ. നല്ലതായിരുന്നു കേട്ടോ. കാരണം നമുക്കത് ഒരു 60% ഓഫറിൽ നമുക്ക് കിട്ടി കാറ്. പോളായിട്ട് നെക്സ്റ്റ് വണ്ടി മറ്റേ എന്താണ് നിസ LB സിൽഹോട്ടെ വാട്സ് GT നിസാൻ 335 GT RR വെർഷൻ 2. നെക്സ്റ്റ് 2020 Koenigsegg Jesko fastest car in real life. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡേ. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കറങ്ങി. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.